ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗൂസ്ബെറി അച്ചാറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കുന്ന അച്ചാറായതുകൊണ്ട് തന്നെ ഞാനൊരു 10 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ച് വെക്കുക. ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എണ്ണ ഏതാണെന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകവും കുരുമുളകും വറുത്ത് പൊടിച്ച പൊടിയാണിത്. അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കായപ്പൊടി ഇതിന് ഒരു മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കായപ്പൊടി നമുക്ക് എന്തായാലും നിർബന്ധമായും ഇടണം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരെയും ഉപ്പിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പിടി കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് തീ ഓഫാക്കിയിട്ടായിരുന്നു. ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കിയിട്ട് ഒരു ഇളം ചൂടിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പം നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ നെല്ലിക്ക കഷ്ണങ്ങളാണ്. നെല്ലിക്ക കഷ്ണങ്ങളും ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ആ മസാലകളെല്ലാം ആ ഒരു നെല്ലിക്കയിലേക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഒരു അടപ്പ് വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കണം. നമുക്കിതൊരു 3 മിനിറ്റ് ഇതേപോലെ അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നെല്ലിക്കയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുമാത്രമല്ല, ഈ നെല്ലിക്ക ഇങ്ങനെ മൂടി വെച്ചതുകൊണ്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ ആവിയൊക്കെ കയറിയിട്ട് ഒരല്പം വെള്ളം ഇങ്ങനെ കാണാം. അപ്പോൾ അതൊന്ന് വറ്റി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ കുഞ്ഞ് ബൗളിലിട്ടിട്ട് ഞാനതൊന്ന് പൊട്ടിച്ചേരാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സോഫ്റ്റായിട്ട് 2 പീസായിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. വല്ലാതെ അങ്ങോട്ട് അലിഞ്ഞ പോലെ ആവണ്ട. നമുക്ക് ചോറിനൊക്കെ കടിക്കുമ്പം നമുക്കൊരു ചെറിയ കഷ്ണം ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന രീതിയിലാവണം. അതേസമയം സോഫ്റ്റ് ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നമുക്കിത് എടുക്കാൻ. ഞാനിതിനകത്തേക്ക് 1 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.